പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നു, നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ നയതന്ത്ര വിദഗ്ധനായ ശ്രീ TP ശ്രീനിവാസൻ കൂടി നമുക്കൊപ്പം തത്സമയം ഹെലോ മലയാളത്തിൽ ചേരുന്നുണ്ട്. ശ്രീ TP ശ്രീനിവാസൻ, നമസ്കാരം, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ഈ എത്രയോ പ്രകോപനങ്ങൾ ഈ കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപ്. അന്നൊക്കെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചും അതല്ലെങ്കിൽ ശക്തമായ താക്കീതുകളൊക്കെ നൽകി, മുന്നറിയിപ്പുകൾ നൽകിയും ഇന്ത്യ പലപ്പോഴും സംയമനത്തോടെയാണ് ഈ ഭീകരാക്രമണങ്ങളിലൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഒരു ഭീകരവാദിയെയും വെറുതെ വിടില്ല. ഭൂമിയുടെ ഏതറ്റം വരെ പോയി ഒളിച്ചാലും ഭീകരരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ശക്തമായ താക്കീത് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാകിസ്ഥാൻ ചിന്തിക്കുന്നതിലും അപ്പുറം ഒരു തിരിച്ചടി നൽകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞോ? നിലവിലെ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ശ്രീ TP ശ്രീനിവാസൻ. അല്ല, നമ്മുടെ റിയാക്ഷൻ മുമ്പത്തേതിൽ വ്യത്യസ്തമല്ല. എല്ലാ കാലത്തും നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ ടെററിസത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏകദേശം 20 വർഷത്തോളം നമ്മളതിനു വേണ്ടി ശ്രമിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ഓർഗനൈസേഷൻസിലും, എല്ലാ കോൺഫറൻസുകളിലും, ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ കമ്മിറ്റികളിലും എല്ലാം നമ്മൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഫൈറ്റ് അഗൻസ്റ്റ് ടെററിസം. അപ്പോൾ 9/11 ഉണ്ടായപ്പോൾ പെട്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. അതുവരെ അവർ വിചാരിച്ചിരുന്നത് ഇത് പാലസ്റ്റീൻ ടെററിസ്റ്റ് അല്ലെങ്കിൽ കാശ്മീരി ടെററിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് ഇത് ചെയ്യുന്നത്, ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു നീക്കമാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ 9/11 സംഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഒന്നും മാത്രമായിട്ട് നിലനിൽക്കുന്നതല്ല. അതിനുശേഷം പാശ്ചാത്യ ലോകത്ത് പല സംഭവങ്ങളും ഉണ്ടായി. അപ്പോൾ ഒരു പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയുണ്ടായി, ഈ ടെററിസത്തിനായുള്ള ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയപ്പോൾ വീണ്ടും ടെററിസം തലപൊക്കിയിരിക്കുകയാണ്. കാരണം ആ 30 വർഷത്തെ യുദ്ധത്തിന് ശേഷം അമേരിക്ക താലിബാനെ തിരിച്ചധികാരത്തിൽ വരുത്തിയിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ടെററിസത്തിനെതിരായിട്ടുള്ള യുദ്ധം കുറച്ച് കുറഞ്ഞു എന്ന് വരാം. പക്ഷേ നമ്മൾക്കെതിരായിട്ട് പാകിസ്ഥാൻ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ടൂറിസ്റ്റിനെ അല്ലെങ്കിൽ വിദേശക്കാരെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. സാധാരണ അവർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോലീസ് സ്റ്റേഷൻസ് അവിടെയൊക്കെയാണ്. ഇതങ്ങനെയല്ല. ഇവരെ തിരച്ചു പിടിച്ച് ടൂറിസ്റ്റിനെയും വിദേശ സഞ്ചാരികളെയും പിടിച്ച് അതിൽ മുസ്ലിങ്ങളാരാണ് ഹിന്ദുക്കളാണ് എന്ന് തിരിച്ച് അവരെ വധിക്കുകയായിരുന്നു ചെയ്തത്. ഒരു അസാസിനേഷൻ പോലെയായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ടെററിസ്റ്റ് അറ്റാക്ക്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഗ്ലോബൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ആക്ഷനാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. കാരണം അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നില്ല രാജ്യത്ത്. ഇക്കണോമിക് സിറ്റുവേഷൻ വളരെ മോശമാണ്. സൈന്യം വീണ്ടും അധികാരത്തിൽ ഏറ്റിരിക്കുകയാണ്, ഫോർമലായിട്ടല്ലെങ്കിൽ പോലും. അതേ സമയത്ത് ഇന്ത്യയുടെ സിറ്റുവേഷൻ വളരെയധികം ബെറ്ററാണ്. അമേരിക്കയുമായിട്ട് നല്ല ഗുഡ് റിലേഷൻസ്, ചൈനയുമായിട്ട് നമുക്ക് നല്ല ബന്ധം, റഷ്യയുമായിട്ട് ബന്ധം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏത് പ്രശ്നങ്ങളിലും ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്, ചർച്ചകളിലുമൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഈ ഉയർച്ചയും അവരുടെ ഒരു തകർച്ചയുമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടൊരു ഈ പുതിയ ഗ്ലോബൽ ഓർഡർ വരുമ്പോൾ, ലോകക്രമം വരുമ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണിത്. അവർക്ക് ചൈനയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇനി ലഭിച്ചെന്ന് വരില്ല. അമേരിക്കയ്ക്ക് എന്തായാലും പാകിസ്ഥാനിൽ താല്പര്യമില്ല. അപ്പോൾ അവരുടെ ഒരു തിരിച്ചു വരവിൻ്റെ ഒരു കാര്യമായിട്ടാണ് അതിലെടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യ ഇത്ര ശക്തമായി ഇതിനെതിരായിട്ട് പ്രതികരിക്കുന്നത്. ഇതിൽ പുതിയ എലിമെൻറ്റ്സ് ഉണ്ട്. പ്യുവർ ടെററിസം അല്ല. ഇതൊരു സ്റ്റേജ് ജിയോ പൊളിറ്റിക്കൽ ഇവൻ്റാണ് ഇതെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ വളരെ ശക്തമായി തന്നെ എതിർക്കേണ്ടത്. അതെന്തായിരിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ഇതുവരെ നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ടുള്ള സാങ്ഷൻസേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അവർ സിംല അഗ്രിമെൻ്റ് അംഗീകരിക്കുന്നില്ല എന്ന് പറയും. സിംല അഗ്രിമെൻ്റ് എന്നാണ് അവർ അംഗീകരിച്ചിരുന്നത്? സിംല അഗ്രിമെൻ്റ് അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ LOC ഉണ്ടാവില്ലല്ലോ, അവിടെ ഇൻ്റർനാഷണൽ ബോർഡർ ആയിരിക്കില്ല. അതാണല്ലോ സിംലയിൽ അഗ്രി ചെയ്തത്. പക്ഷെ അതൊന്നും അവർ ഒരു കാലത്തും അവർ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമില്ല.
നമ്മൾ ചെയ്തതും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഓഫീസർ അടച്ചുകൊണ്ടോ വിസ കൊടുക്കാതിരുന്നതുകൊണ്ടോ ഒന്നും പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാന് വേദനിക്കുന്ന തരത്തിൽ തന്നെ, നഷ്ടമുണ്ടാകാത്ത തരത്തിൽ തന്നെ ഒരു റിയാക്ഷൻ വേണ്ടി വരുന്നു. അത് മിലിറ്ററി ആകാം, ഇക്കണോമിക് ആകാം, അതുപോലെ മറ്റ് രാജ്യങ്ങളുമായുള്ള കരാറുകളിലാകാം. ഇവയെല്ലാം നമുക്ക് കാത്തിരിക്കേണ്ടതാണ്. അതിൻ്റെ ശരിയായ തീരുമാനം നമ്മുടെ ഗവൺമെൻറ് എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ശ്രീ ടി പി ശ്രീനിവാസൻ, ഞാൻ അതിലേക്ക് തന്നെ വരികയായിരുന്നു. ഈ പതിറ്റാണ്ടുകൾക്കിടയിലെ തന്നെ അതിശക്തമായ നടപടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ നയതന്ത്ര തീരുമാനം, ഈ സിന്ധു ജല കരാർ അടക്കം മരവിപ്പിച്ചുകൊണ്ടുള്ള നീക്കം, ഈ ഓരോ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധികളെയൊക്കെ നേരിട്ട് കണ്ട് രാജ്യം നിലവിലെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാൻ ഈ ഒരു നാണംകെട്ട നീക്കം കൂടി ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, നമ്മുടെ ഒരു ജവാൻ അതിർത്തി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് നീക്കങ്ങൾ നടത്തുന്നു. ഫ്ലാഗ് മീറ്റിന് പോലും സഹകരിക്കുന്നില്ല. ഈ നിലവിൽ ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണമോ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ? ഇപ്പോൾ ഉറിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ അതിനൊരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തു. ഈ പുൽവാമയ്ക്ക് നമ്മൾ ബലാക്കോട്ട് തിരിച്ചടി കൊടുത്തു. അതിലും ഭീകരമായ ഒരു തിരിച്ചടി രാജ്യം പെഹൽഗാമിന് പകരമായി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തെ ദേശസ്നേഹികൾ എല്ലാം തന്നെ. ഈ നിലവിലെ നീക്കങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കങ്ങളിൽ ഭയപ്പെട്ട് തുടങ്ങി എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഒപ്പം തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നടപടികൾ അതൊരു തുടക്കമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ? അതെ, ഇതൊരു ഡെസ്പറേറ്റ് ബിഡാണ് പാകിസ്ഥാൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങളിൽ ഇനി എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ചിന്തയിൽ കൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ഒരു റൂട്ടീനായിട്ട് അതിനെ എതിർക്കുകയുള്ളൂ എന്നായിരിക്കാം ഒരുപക്ഷെ അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ നമുക്കും അറിയാം അവരുടെ ഉദ്ദേശം എന്താണ് എന്ന്. അപ്പോൾ ഒരു പീസ്ഫുൾ ആൻഡ് യുണൈറ്റഡ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നല്ലതാണ് എന്ന് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നതാണ്. പക്ഷേ അതിന് മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പീസ്ഫുൾ യുണൈറ്റഡ് പാകിസ്ഥാൻ ഇപ്പോഴില്ലല്ലോ. അപ്പോൾ ഏത് രാജ്യത്തോടാണ് നമ്മൾ പെരുമാറുന്നത്? ഏത് നിയമങ്ങൾ വെച്ചാണ് അവരോടുള്ള സഹകരിക്കേണ്ടത്? ഇതെല്ലാം മാറിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ആ പുതിയ സിറ്റുവേഷനെ എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അത് ഉടനെ സംഭവിക്കണമെന്നില്ല. മറ്റു രാജ്യങ്ങളോടുകൂടി സഹകരിച്ച് എല്ലാവരെയും അറിയിച്ച് അതിനുശേഷം ബംഗ്ലാദേശിൽ ചെയ്തതുപോലെ ഒരു ആക്രമണത്തിന് ഒരുപക്ഷെ ഇന്ത്യ തയ്യാറായേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടി പി ശ്രീനിവാസൻ, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 65 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്ത് നിരവധി സൈനിക നടപടികൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്കാലങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഇപ്പോഴത്തെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയുള്ള ഒരു തീരുമാനം. അത് ഈ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ ഈ റഷ്യ വാതക പൈപ്പ് ലൈൻ മരവിപ്പിച്ചതിനേക്കാൾ ഒരുപക്ഷെ ഭീകരമായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ നദീജല കരാറിന്റെ മരവിപ്പിക്കൽ തീരുമാനം വന്നിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോൾ, രാജ്യാന്തര തലത്തിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തിട്ടമുള്ളപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള നടപടികൾക്ക് മുതിരുന്നത്? ശ്രീ ടി പി ശ്രീനിവാസൻ, അങ്ങേക്ക് എന്താണ് മനസ്സിലാകുന്നത്? അല്ല, ഈ ഇൻഡസ് വാട്ടർ പ്രോജക്റ്റ് എപ്പോഴും പാകിസ്ഥാനുമായിട്ട് സംഘടന ഉണ്ടായപ്പോഴൊക്കെ ആദ്യമായി ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് പാകിസ്ഥാൻ ഇത്രമാത്രം സഹകരിച്ച് ഇത്രമാത്രം അവരുടെ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടി അത് ഇന്ത്യക്കും പ്രയോജനമുള്ളതാണെന്ന് അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ യുദ്ധസമയത്ത് പോലും, ബംഗ്ലാദേശ് യുദ്ധസമയത്ത് പോലും അത് പിൻവലിച്ചില്ല. പക്ഷേ ഇതൊരു അൾട്ടിമേറ്റ് ഒരു വാർണിംഗ് ആണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. കാരണം ഈ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതിരിക്കുന്ന തരത്തിൽ വരെ നമ്മൾ നീങ്ങാൻ തയ്യാറാണ് എന്നുള്ളൊരു സിംബോളിക് മെസ്സേജാണ് ഇതിൽ നിന്ന് പാകിസ്ഥാന് കിട്ടുന്നത്. ഇത് നമുക്കും അസൗകര്യമുണ്ടാകാം. അത് തന്നെയല്ല, നമ്മൾ മാത്രമല്ല ഈ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വേൾഡ് ബാങ്കിൻ്റെ പാർട്ടിസിപ്പേഷനുണ്ട്. അവരെപ്പോഴും ഇത് ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിച്ച് 2 രാജ്യങ്ങളോടും സംസാരിക്കാറുമൊക്കെയുണ്ട്. പക്ഷേ ഇത് കാണിക്കുന്ന ഒരു മെസ്സേജാണ് ലോകത്തിനെതിരെ. നമ്മൾ ഏത് അറ്റത്തേക്കും പോകാൻ തയ്യാറാണ് ടെററിസം അവസാനിപ്പിക്കാൻ വേണ്ടി. ഇതൊരു ലാൻഡിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിന് വേണ്ടിയോ ഇൻഫ്ലുവൻസിന് വേണ്ടിയോ ഒന്നുമല്ല. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് യുദ്ധമല്ലാതെ ഇങ്ങനെയുള്ള ഒരു പ്രകോപനങ്ങളിൽ നിന്ന് ഇനി പാകിസ്ഥാൻ മാറുന്നത് വരെ ശക്തമായി തന്നെ ഒരു നിലപാടെടുക്കാനാണ് നാം തീരുമാനിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ അസൗകര്യങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ പ്ലെയിൻ യാത്രകൾ വളരെയധികം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന്, ബീഹാറിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അൺലിമിറ്റഡ്
ഓഫ് കോഴ്സ് കൺട്രോൾ ബട്ട് an അൺലിമിറ്റഡ് ആക്ഷൻ വിൽ ബി ടേക്കൺ എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരൊറ്റ കാര്യം കൂടി, ഈ രാജ്യത്ത് കശ്മീർ നമ്മുടെ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ കശ്മീരും സുരക്ഷിതമാണ് എന്നൊരു സന്ദേശം കേന്ദ്രം നമ്മുടെ രാജ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിക്കഴിഞ്ഞു. അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയ ഒരു സാഹചര്യമാണ്. ഈ സംരക്ഷണം അല്ലെങ്കിൽ ഈ ഒരു സുരക്ഷിതത്വം അതിനെ തകർക്കുക തന്നെയായിരുന്നു ഈ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത് എന്ന് വേണം നിലവിലെ ഈ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ. മുംബൈയിലെ താജ് ഹോട്ടൽ ആക്രമണം, അതും അവിടെ എത്തിയ വിദേശികളെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയൊരു ആക്രമണമായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂറാണ് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരിക്കലും ഇപ്പോൾ ഇതൊന്നും സംസാരിക്കേണ്ട ഒരു സാഹചര്യമല്ല. നമ്മൾ ഈ പെഹൽഗാം അറ്റാക്കിൽ നിന്ന് പൂർണ്ണമായും മോചിക്കപ്പെട്ടിട്ടില്ല, ഷോക്കിൽ നിന്നും മോചിതരായിട്ടില്ല, തീവ്രവാദികളെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ വിഷയത്തിൽ ഒരു ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചിട്ടില്ലേ? വരും ദിവസങ്ങളിലെങ്കിലും ഇക്കാര്യത്തിലും ഒരു ചർച്ച നടത്തേണ്ടതല്ലേ? പുനരാലോചനകൾ നടത്തേണ്ടതല്ലേ? മിലിറ്ററി ഷോർട്ടേജ് അടക്കം അവിടെ വരുത്തിയൊരു സാഹചര്യത്തിൽ. അതെ, അത് വളരെ അത്യാവശ്യമാണ്. വിശേഷിച്ചും ലോകം ഭയപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്കും പാകിസ്ഥാനും ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് നടത്തുകയില്ല എന്ന് നമുക്കൊരു പോളിസിയുണ്ട്, നോൺ ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ആ പോളിസി പാകിസ്ഥാനില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഫോഴ്സ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അവർ ഉപയോഗിക്കും. അവരുടെ സൈന്യത്തിന് ഇന്ത്യയെ ചെറുത്ത് നിർത്താൻ ശക്തിയില്ലാത്തത് കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആർ യൂസബിൾ വെപ്പൺസ് എന്നാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ഇത് ലോകത്തിന് മുഴുവൻ അറിയാം. അതുകൊണ്ട് ലോകം മുഴുവൻ രണ്ട് രാജ്യങ്ങളെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എത്ര വലിയ സുഹൃത്തുക്കളായാലും ഒരു കാലത്തും ഒരു ന്യൂക്ലിയർ വാർ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. അത് ലോകത്തെ മുഴുവൻ തന്നെ അവസാനിപ്പിക്കും എന്നുള്ളത് കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നമുക്ക് സഹായം സപ്പോർട്ടൊക്കെ കിട്ടുമെങ്കിലും ഒരു അൾട്ടിമേറ്റ് വാറിലേക്ക് പോകാൻ അവരാരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത് കൊണ്ടാണ് ഇതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധം ഉണ്ടാക്കാതിരിക്കുന്നു എന്നാണ് ലോകം വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ വളരെ നിയന്ത്രണം ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ അപ്രോച്ച് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, ഹെൽപ്ഫുൾ നെഗോഷിയേറ്റിംഗ് അപ്രോച്ച് മാറിയിട്ട് പാകിസ്ഥാനെതിരായിട്ട് അവർക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന പ്രവൃത്തികളിലേക്ക് പോകാനായിരിക്കും ഇന്ത്യ തയ്യാറാകുക. പക്ഷേ ഈ ന്യൂക്ലിയർ ആംഗിൾ എല്ലാ രാജ്യങ്ങളും ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ, നമുക്കൊപ്പം ചേർന്നതിന്, ഹലോ മലയാളത്തിനൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.